എല്ലാവർക്കും ഡോണ കിച്ചണിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തേങ്ങയിൽ നിന്ന് തേങ്ങാപ്പാൽ എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അതിനായിട്ട് ഞാൻ ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഈ തേങ്ങ എടുക്കുമ്പോൾ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന തേങ്ങയാണെങ്കിൽ റൂം ടെമ്പറേച്ചറിലാക്കിയതിന് ശേഷം മാത്രമേ തേങ്ങാപ്പാലിനായിട്ട് എടുക്കാവുള്ളൂ. നമ്മുടെ മിക്സിയുടെ വലിയ ജാറിലോട്ട് നമ്മൾ ഈ തേങ്ങ ഇപ്പം ഞാൻ ആദ്യം ഒന്നാം പാൽ എടുക്കാൻ എങ്ങനെയാണെന്നാണ് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഒന്നാം പാൽ എടുക്കുമ്പോൾ ചെറു ചൂടുവെള്ളം വേണം. ചെറു ചൂടുവെള്ളം ഒഴിക്കുകയാണ്. 3/4 ഗ്ലാസ് വെള്ളമുണ്ട് ഇത്. എന്നിട്ട് ഒരു മിനിറ്റ് 1.5 മിനിറ്റ് നന്നായിട്ടൊന്ന് അടിക്കണം. ഞാനിത് അടിച്ചിട്ട് കൊണ്ടുവരാം. അപ്പം ഞാൻ ഈ അരിപ്പ, അതായത് കണ്ണി അകലമുള്ള ഒരു അരിപ്പയിലോട്ട് ഇത് ആദ്യം നമുക്കിത് ഒഴിക്കണം. അപ്പം ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പം നല്ല പാല് വരുന്നുണ്ട്. നമ്മൾ ആദ്യത്തെ പാല്, അതായത് ഒന്നാം പാല് കുറച്ച് കട്ടി വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഒന്നാം പാൽ എടുക്കുമ്പോൾ ഒരു 1/2 ഗ്ലാസ് തൊട്ട് 3/4 ഗ്ലാസ് വെള്ളം ചേർത്താൽ മതി. അതിന് ശേഷം നമ്മൾ ഈ ചെറിയ അരിപ്പയിൽ നമ്മൾ ഒന്നും കൂടെ അരിക്കുവാണ്. അങ്ങനെ നമ്മുടെ ഒന്നാം പാല് ഇവിടെ റെഡി ആയിട്ടുണ്ട്. രണ്ടാം പാലെടുക്കാം. അപ്പം വീണ്ടും നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇതിടുക. ഞാൻ ഒന്നാം പാലിന് 3/4 ഗ്ലാസ് വെള്ളമാണ് ചേർത്തത്. ഇതിന് ഞാൻ 1.5 ഗ്ലാസ് വെള്ളം വേണം. 1.5 ഗ്ലാസ് ചെറു ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു മറ്റു 1.5 മിനിറ്റ് അടിച്ചത് 2 മിനിറ്റ് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അടിച്ചിട്ട് വരാം. അപ്പോൾ ഇത് മിക്സിയുടെ ജാറിൽ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കണ്ണി അകലമുള്ള പാത്രത്തിലോട്ട് ആദ്യം ഒഴിക്കാം. ഇനി നമുക്ക് കൈകൊണ്ട് ബാക്കി തേങ്ങാപ്പാൽ ഈ പത്തിയുടെ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്താലും മുഴുവൻ പാലും നന്നായിട്ട് വരും. പിന്നെ നമ്മൾ കണ്ണി അകലം കുറഞ്ഞ അരിപ്പയിൽ കൂടെ വീണ്ടും നമ്മൾ അരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ രണ്ടാം പാല് റെഡി ആയിട്ടുണ്ട്. മൂന്നാം പാലൊക്കെ നമ്മൾ സാധാരണ പായസത്തിനാണ് കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. നമ്മൾ സാധാരണ സ്റ്റൂ ഒക്കെ കറി വെക്കുമ്പം രണ്ടാം പാലും ഒന്നാം പാല് യൂസ് ചെയ്യാറുള്ളൂ. അപ്പം ഞാൻ രണ്ടാം പാലിന് 1.5 ഗ്ലാസ് വെള്ളം എടുത്തു. മൂന്നാം പാലിന് 2 ഗ്ലാസ് വെള്ളം വേണം. ഇത് നന്നായിട്ട് ഒരു 2.5 മിനിറ്റ് നന്നായിട്ട് അടിച്ചിട്ട് വരാം. വീണ്ടും കൈകൊണ്ട് ഈ ചെറു ചൂടുവെള്ളത്തിൽ പിഴിഞ്ഞാൽ നല്ല തേങ്ങാപ്പാലായിട്ട് നല്ലതായിട്ട് പാല് കിട്ടുകയുള്ളൂ. അങ്ങനെ മൂന്നാം പാലിലോട്ട് നമ്മൾ പിന്നെയും ചെറിയ അരിപ്പയിൽ അരിച്ചെടുക്കുകയാണ്. അപ്പം തേങ്ങയിൽ നിന്ന് തേങ്ങാപ്പാൽ എടുക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്കിതെടുക്കാം. അപ്പോൾ പായസത്തിനും സ്റ്റൂ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്തും ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല റെസിപ്പിയായി വരുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക് യു.